إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഞാനും നിങ്ങളും കണഞ്ഞു പരിശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ആദ്യം തന്നെ ഗൗരവപൂർവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾ എന്ന വളരെ പരന്ന ഒരു വിഷയമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അഹ്ലുസുന്നത്തിന്റെ ഭാഗമാണ്. അത് മറ്റു പല സംഘടനയും പോലെ കേവലം അവകാശവാദമല്ല, ആളെക്കൂട്ടാൻ കണ്ടുപിടിച്ച ഒരു ചൊട്ടുവിദ്യയുമല്ല. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഘടകവിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ കൊണ്ടു നടക്കുകയും അതേസമയം ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ മൊത്തക്കുത്തകക്കാർ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പല സംഘടനകളും പ്രസ്ഥാനങ്ങളും നാട്ടിലുണ്ട്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്താണോ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഇന്ന ആദർശം അഹ്ലുസുന്നത്തിന്റെ എതിരാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് ആര് തെളിയിച്ചാലും അത് തിരുത്തേണ്ട ബാധ്യത മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട നമ്മുടെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ പുറംചട്ടയിൽ തന്നെ കാണാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിനോടൊപ്പം തന്നെ ആദ്യം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും 4 പ്രമാണങ്ങൾ. വാദപ്രതിവാദങ്ങളിലൊക്കെ 2 കൂട്ടരും എഴുതി ഒപ്പിടും. 1-ാം പ്രമാണം ഖുർആൻ, 2 സഹീഹായ ഹദീസ്, 3 സ്ഥിരപ്പെട്ട ഇജ്മാ, 4 വ്യക്തമായ ഖിയാസ്. ഈ 4 പ്രമാണങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ് വെപ്പ്. പക്ഷെ എഴുതി കൊടുക്കുമ്പോൾ അംഗീകരിക്കുന്നത് പോലെ പ്രായോഗിക തലത്തിൽ അത് പലപ്പോഴും അംഗീകരിക്കാറില്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെ എഴുതി ഒപ്പിട്ടിട്ട് വാദപ്രതിവാദം തുടങ്ങിയാൽ പിന്നെ കള്ള ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിക്കും, ദുർബല ഹദീസുകൾ. അപ്പൊ നമ്മൾ വ്യവസ്ഥ വായിക്കും, സഹിയായ ഹദീസെ ഉദ്ധരിക്കാൻ പാടുള്ളൂ. അപ്പം പറയും അയാൾ സഹിയാന്ന് പറഞ്ഞിട്ട് മറ്റയാൾ സഹിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ ന്യായീകരിക്കാൻ തുടങ്ങും. ആ കിതാബിലില്ലേ, ഈ കിതാബിലില്ലേ. അപ്പൊ പ്രായോഗിക തലത്തിൽ 4 പ്രമാണങ്ങളെയും ശരിക്കും അവർ അംഗീകരിക്കാറില്ല എന്നതാണ് വാസ്തവം. പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നതിലും അവയെ വിശദീകരിക്കുന്നതിലും അവയെ മനസ്സിലാക്കുന്നതിലുമൊക്കെ പൂർവസൂരികളായ സ്വഹാബത്തിന്റെയും താബികളുടെയും താബികളുടെയും ഒക്കെ മാനദണ്ഡവും നിലപാടുകളും സമീപന ശൈലിയുമാണ് വാസ്തവത്തിൽ നാം സ്വീകരിക്കേണ്ടവര്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മറ്റുള്ളവരിൽ നിന്ന് പ്രമാണങ്ങളോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസം. പ്രമാണം 4 അംഗീകരിക്കുന്നവർ തന്നെ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും തങ്ങളുടെ നേതാക്കന്മാരുടെ മാനദണ്ഡം എന്താണോ അതാ അവർ സ്വീകരിക്കുക. ഖുർആൻ മനസ്സിലാക്കണം, ഹദീസ് മനസ്സിലാക്കണം. എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? നമ്മളെ നേതാക്കന്മാർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം എന്നാണ് പല ആളുകളുടെയും ചിന്താഗതി. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെയല്ല. സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം ഖുർആനും ഹദീസും ഒക്കെ
എന്ന് പറയുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം. ഇസ്ലാഹി പ്രസ്ഥാനയുടെ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമാണമുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു ഖൗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന ഉണ്ടാക്കുമ്പോൾ അതിനെന്താണ് ദലീൽ എന്ന് ചോദിക്കുകയും വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി, ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓതിയത് ഖുർആനല്ലേ, ഞാൻ ചോദിച്ചത് ദലീലാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ആയത്തതിന് ദലീലാണോ ഇല്ലേ എന്നതല്ല തർക്കം. ഖുർആൻ ദലീലല്ല. ദലീൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫിഖ് കിതാബിലെ ഇബാറത്താണ്. ഏതെങ്കിലും ഖോജാക്കന്മാരെ കിതാബിൽ നിന്ന് ഒരു ഉദ്ധരണി വായിച്ചാൽ അതാണ് ദലീൽ എന്നാണ് അന്നത്തെ പണ്ഡിതന്മാർ വരെ മനസ്സിലാക്കി വെച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അവർ ദീൻ എന്ന് പറഞ്ഞാൽ കുറെ മാമൂലുകള്, നാട്ടുനടപ്പുകള്, കാക്കകാരന്മാർ ചെയ്യുന്നത്, ഭൂരിപക്ഷം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ദീനിന്റെ പ്രമാണമായി മനസ്സിലാക്കിയിരുന്നത്. അന്ന് മനുഷ്യന്മാര് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കി എന്തായിരുന്നു? എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനും ഖബറിന്റെ പുറത്ത് ഓതാനും മരിച്ചവന്റെ തലക്കും പുറത്തിരുന്ന് ഓതാനും കുടിയോത്തിനും യാമോത്തിനും ഒക്കെ ഒരു കിതാബ് മാത്രമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവർ കണ്ടിരുന്നത്. ജനങ്ങളെ, ഖുർആൻ ഇതിനൊന്നും ഇറക്കിയതല്ല. ഖുർആൻ നമ്മളെ ഭരണഘടനയാണ്. അതിന്റെ അർത്ഥം പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം, അതിനാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം എതിർപ്പുകളായി നാട്ടിലുണ്ടായത്. പരിശുദ്ധ ഖുർആനെ മലയാളത്തിലാക്കുന്നതിനെതിരിൽ വമ്പിച്ച കോളിലൊക്കെ തന്നെ ഈ നാട്ടിലുണ്ടായി. ചാത്തനും പോത്തനും കോരനും കീരനും കുളിമുറിയിലും കക്കൂസിനും ഒക്കെ ആക്കി പരിശുദ്ധ ഖുർആൻ അവഹേളിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കുപ്രചരണങ്ങൾ ഇവിടെ ഉണ്ടായി. അതെല്ലാം കെട്ടടങ്ങി. ഇന്ന് അതിന്റെ ആളുകൾക്ക് തന്നെ അത് കേൾക്കുമ്പോൾ മനംപരട്ടലുണ്ടാവും. അവരെ പിൻഗാമികൾ അത് തീരെ കേട്ടൂടാ. കാരണം അവർ ബോർഡിൽ ആയത്തിന്റെ അർത്ഥം എഴുതി വെക്കുന്നത്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഉടനീളം ആയത്തിന്റെ പരിഭാഷയാണ്. പക്ഷെ എന്നിരുന്നാലും സമസ്ത APEK, ആന, ടൈഗർ എല്ലാ കൂട്ടർക്കും തർക്കമുള്ള ഒരു വിഷയമാണ് ഇപ്പോഴും ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ. സമസ്തയുടെ ലബോറട്ടറിയിൽ ഇന്നും ഒരു പരിഹാരം കാണാതെ കിടക്കുന്ന ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ് ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ. അതേസമയം പരിഭാഷക്കൊരു പഞ്ഞമല്ല, പന്നിപ്പേർ പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ പരിഭാഷകൾ ഖുറാഫികൾക്കിടയിൽ. ഓരോ ബിദഅത്തുകൾക്കും തെളിവുണ്ടാക്കാൻ വേണ്ടി അവർ ഖുർആനെ തന്നെയാണ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമാണമുണ്ടെന്നും ആ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകലാണ് നമ്മുടെ കടമയെന്നും പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. യാമോത്തിനും കുടിയോത്തിനും കത്തപ്പരയിലോത്തിനും ഉള്ളതല്ല ഇത്. തറക്തു ഫീക്കും ശൈഅൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ വഫാത്താകുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ പിഴക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് എന്റെ ചര്യയുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അത് രണ്ടുമാണ് നമ്മുടെ പ്രമാണം. അപ്പൊ പിന്നെ എങ്ങനെ നാലായി എന്ന് ചോദിക്കും. ഈ 4 എന്ന് പറയുന്നത് രണ്ടിന്റെ വിശദീകരണമാണ്. ഇജ്മാഉം ഖിയാസും എന്ന് പറഞ്ഞ സ്വതന്ത്ര പ്രമാണങ്ങളല്ല. ആ ഇജ്മാ 1-ാം പാളിയും എടുത്താ ഇജ്മാ 3-ാം പാളിയും ഇങ്ങോട്ട് വെച്ചാന്ന് പറയാം. അങ്ങനെ ഒരു കിതാബില്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇജ്മാ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടാവും, 1-ാം പാളി 2-ാം പാളി. അങ്ങനല്ല. ഒരു പ്രശ്നത്തിൽ, ഖുർആനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ എത്തുന്ന ഏകോപിച്ച തീരുമാനം, അതിനാണ് ഇജ്മാ എന്ന് പറയാ. അതാണ് സ്ഥിരപ്പെട്ട ഇജ്മാ എന്ന് പറയാൻ കാരണം. ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയണം, അത് സ്ഥിരപ്പെടണം. ഓരോരുത്തരും അവനാന്റെ വീട്ടിൽ കുത്തിരുന്നിട്ട് എഴുതും ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ലോകത്തിലെ എല്ലാ പണ്ഡിതന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടായി എഴുതണേ അല്ല. ഓനൊരു എതിർപ്പ് കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ കുത്തിരുന്ന് എഴുതുകയാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ഇജ്മാ ഉണ്ടെന്ന് വെറുതെ വാദിച്ചാൽ അവൻ കള്ളനാണ്. അപ്പൊ ഇജ്മാ സ്ഥിരപ്പെടണം. അതുകൊണ്ട് സ്ഥിരപ്പെട്ട ഇജ്മാ എന്ന് എഴുതണം. ഇജ്മാ ഉണ്ട് ഏതെങ്കിലും കിതാബിലുണ്ടായാൽ പോരാ എന്നർത്ഥം. പിന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്വതന്ത്ര പ്രമാണമല്ല. ഖിയാസ് 1-ാം പാളിലും ഖിയാസ് 2-ാം പാളിലും തന്നെ കിതാബൊന്നുമില്ല. പിന്നെ തുലനം ചെയ്യാൻ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത നവങ്ങളായ പുതിയ പ്രശ്നങ്ങള് പിൽക്കാലത്തുണ്ടാകുമ്പോ അതിന്റെ വിധി എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ ശ്രമിക്കും. അപ്പൊ ഇതിന് തുല്യമായ വല്ല പ്രശ്നങ്ങളും റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിന് അന്ന് റസൂലും സഹാബത്തും എന്ത് പരിഹാരമാണ് നിർദ്ദേശിച്ചത് എന്ന് നോക്കുക. അതേ പരിഹാരം അതിന് സമാനമായ ഇന്നത്തെ പുതിയ പ്രശ്നത്തിനും നൽകുക. ഇതിനാണ് ഖിയാസ് എന്ന് പറയാ.
അങ്ങനെ ഖിയാസ് ആക്കുന്ന പണിക്കാണ് ഇജ്തിഹാദ് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇജ്മാഉം ഖിയാസും സ്വതന്ത്ര പ്രമാണങ്ങളല്ല, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുത്തിരിയുന്ന രണ്ട് പ്രമാണങ്ങളോടുള്ള സമീപനമാണ് വാസ്തവത്തിൽ ഇജ്മാ ഖിയാസ് എന്ന് പറയുന്നത്. ഈ 4 പ്രമാണങ്ങളുമാണ് അഹ്ലുസുന്നത്തിന്റെ പ്രമാണങ്ങളായി എല്ലാ നാട്ടിലെ ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിലാണ് വാസ്തവത്തിൽ തർക്കമുണ്ടായിട്ടുള്ളത്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ സമുദായത്തിൽ വ്യതിയാനങ്ങളൊന്നുമില്ലാത്ത കാലം ദീനിന്റെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയായ സ്വഹാബത്തിന്റെ കാലമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ഈ സമുദായത്തിലെ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ നിലക്ക് ആദ്യകാലക്കാരായ മുസ്ലിമീങ്ങൾ ഈ പ്രമാണങ്ങളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പരിശുദ്ധ ഖുർആനാണല്ലോ ഒന്നാമത്തെ പ്രമാണം. അതിനെങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത്? ഓരോരുത്തർക്കും തോന്നിയമാതിരി വ്യാഖ്യാനിക്കലാണോ? അല്ല, അതിന് ചില തത്വങ്ങളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുഖദ്ദിമത്തുൻ ഫീ ഉസൂലി തഫ്സീർ, തഫ്സീറിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഒരു മുഖവുര എന്ന പേരിൽ പുസ്തകമുണ്ട്. സലഫി പണ്ഡിതന്മാരൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം കാണുന്ന ഒരു ഗ്രന്ഥമാണത്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതിൽ ദീക്ഷിക്കേണ്ടുന്ന തത്വങ്ങളെ കുറിച്ച് അതിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ഒരു നീണ്ട മുഖവുരയുണ്ട്. അതിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞിട്ട് അധ്യായം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്? ഖുർആനെ ഒന്നാമത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഖുർആനിൽ ഒരേ വിഷയങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്തുള്ള ഭാഗം മാത്രം നോക്കിയിട്ട് വിധി പറയാൻ പറ്റില്ല. ആ വിഷയം വേറെ എവിടേക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കണം. വൽ ഖുർആൻ യുഫസ്സിറു ബഅ്ലുഹു ബഅ്ലാ. ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വിശദീകരിക്കുന്നു. ഒരു നബിയുടെ ചരിത്രം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കൂടി ചേർത്ത് വെച്ചാലേ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആനെ ഒന്നാമതായി ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഇനി ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത വിശദീകരണങ്ങൾ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുന്നതോടൊപ്പം ഖുർആന്റെ ആ വ്യാഖ്യാനം പൂർത്തിയാവുന്നില്ല. അതിനെ വിശദീകരിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഈ ഉത്ബോധന ഗ്രന്ഥത്തെ നിനക്ക് നാം ഇറക്കി തന്നത് നീ അതിനെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ട ഉത്ബോധനത്തെ മുഹമ്മദെ നീ അവർക്ക് വിവരിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. അങ്ങനെ റസൂൽ ഇത് വിശദീകരിച്ചു. 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ നീണ്ട 23 കൊല്ലം 6000-ത്തിലധികം വരുന്ന ഖുർആനിക ആയത്തുകൾ ഇറങ്ങിത്തീർന്നപ്പോഴേക്കും അതിന്റെ പ്രായോഗിക വിശദീകരണം സ്വന്തം ജീവിതത്തിലൂടെ അവിടുന്ന് നൽകുകയുണ്ടായി. അതാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം, ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ഹദീസുർ റസൂൽ അല്ലെങ്കിൽ സുന്നത്തുർ റസൂൽ എന്നറിയപ്പെടുന്നത്. ബുഖാരി, മുസ്ലിം, തുർമുദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി തുടങ്ങിയ 6ഓളം പ്രബല ഗ്രന്ഥങ്ങൾ, അതിനുശേഷമുള്ള മുസന്നഫുകള്, മുസ്നദുകള്, സിഹാഹുകള്, ജുസ്ഉകള്, ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ലോകത്ത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ഖുർആന്റെ വ്യാഖ്യാനം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കാരണം ഖുർആൻ ചില തത്വങ്ങളും സിദ്ധാന്തങ്ങളും മാത്രമാണ്. അതിന് വ്യാഖ്യാനം ആവശ്യമാണ്, വിശദീകരണം ആവശ്യമാണ്. ഖുർആൻ സ്പഷ്ടമായ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനം ആവശ്യമില്ല എന്നാണ്. വ്യാഖ്യാനം ആവശ്യമുണ്ട് എന്ന് സഹാബികളുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർണ്ണമായും എത്തിച്ചു കൊടുക്കുകയും പരിശുദ്ധ ഖുർആൻ മുഴുവനായും ജനങ്ങൾക്ക് ഓതി കൊടുക്കുകയും ചെയ്തതോടൊപ്പം എങ്ങനെയാണ് അത് വിശദീകരിക്കുക, എങ്ങനെയാണ് അത് ജീവിക്കുക എന്നുകൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ പറയും ഖുർആന്റെ തഫ്സീർ എന്നും പറഞ്ഞിട്ട് ഹദീസിന്റെ കിതാബിൽ കുറച്ച് ആയത്തുകളുടെ തഫ്സീർ മാത്രമേ ഉള്ളൂ, കിതാബ് തഫ്സീർ എന്ന അധ്യായത്തിൽ. അപ്പൊ ബാക്കിയുള്ള ആയത്തിനൊന്നും നബി വിശദീകരണം പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നമുക്ക് വിട്ടുന്നതാ? അങ്ങനെയാ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ചില ആയത്തുകളെ പ്രത്യേകം വിശദീകരിച്ചു എന്ന് മാത്രം. റസൂലിന്റെ ജീവിതം മുഴുവനും ഖുർആനിന്റെ വിശദീകരണമാണ്. പക്ഷേ നബിയുടെ ഈ ഹദീസ് ഏത് ആയത്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, റസൂലിന്റെ ഈ പ്രവർത്തനം ഏത് ആയത്തിന്റെ പ്രായോഗിക വിശദീകരണമാണ് എന്നൊക്കെ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർക്കറിയാം. അത് ഖുർആൻ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആയത്തും വ്യാഖ്യാനിക്കുമ്പോൾ അതിനോട് യോജിച്ച അതിന്റെ വിശദീകരണമായി വന്നിട്ടുള്ള ഹദീസുകൾ മുഫസ്സിറുകൾ എടുത്തു ചേർക്കും. അപ്പൊ അത് ഇന്ന ആയത്തിന്റെ വിശദീകരണമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് റസൂൽ പറഞ്ഞോളണമെന്നില്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
ഇപ്പോ സബബുൻ നുസൂൽ, ആയത്തിറങ്ങാനുള്ള കാരണം, അത് മാത്രം ചില ഗ്രന്ഥങ്ങളിൽ കോടീകരിച്ചിട്ടുണ്ട്. അത് ആകെ എടുത്ത് പരിശോധിച്ചാൽ കുറച്ച് ആയത്തുകൾ ഇറങ്ങുന്നതിന് കാരണം മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ വേറെ ആയത്തൊന്നും ഇറങ്ങാൻ കാരണമല്ലേ ഉണ്ട്, പ്രത്യേകമായ കാരണങ്ങൾ ഉള്ളത് മാത്രമാണ് അങ്ങനെ റിവായത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സഹാബികളും താബികളും ഒക്കെ ഓരോ ആയത്തും വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആനിനെ ഒന്നാമതായി ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. ഇനി ഖുർആനും കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആൻ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, അത് രണ്ടിലും നമുക്ക് വിശദീകരണം തൃപ്തികരമായി ലഭിച്ചില്ലെങ്കിലോ അപ്പോൾ ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കണം. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടത് അവർക്കാണല്ലോ. ആ ഖുർആനിലെ ഓരോ ആയത്തും ജാഹിലിയത്തിലെ ഏതൊരു വിശ്വാസത്തെയാണ് തകർക്കുന്നത്, ഏതൊരു ഇസ്ലാമിക കാര്യത്തെയാണ് അത് സ്ഥാപിക്കുന്നത് എന്ന് അതിന്റെ പ്രഥമ അഭിസംബോധിതരായ സഹാബ സമൂഹത്തിനറിയാം. അവർ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കണം. എന്നിട്ട് അത് നമ്മൾ നടപ്പിലാക്കണം. അതെവിടെ നിന്ന് കിട്ടും? തഫ്സീറുകളിൽ നിന്ന് കിട്ടും. ഇമാം ഇബ്നു ജരീർ ത്വബരിയുടെ തഫ്സീർ, ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ, ഇമാം സുയൂത്തിയുടെ ദുർറുൽ മൻസൂർ പോലെയുള്ള തഫ്സീറുകളിൽ സനദ് സഹിതം അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. തഫ്സീറുൽ ഖുർആൻ ബിൽ റിവായ, റിവായത്തുകൾ കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യുക എന്ന് പറയപ്പെടുന്നത് അതിനെ സംബന്ധിച്ചാണ്. അപ്പൊ ആ റിവായത്തുകൾ, അതിൽ ദുർബലമായ റിവായത്തുകൾ ഉണ്ടാകും. സഹാബി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് സഹാബിന്റെ പേരിൽ ഒരുപാട് കെട്ടിക്കൂട്ടിയ തഫ്സീറുകളുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭൂതനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ അണച്ചു പിടിച്ചുകൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, പടച്ചവനെ ഈ കുട്ടിക്ക് ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിക്കണേ. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനത്തിന് മുസ്ലിം ലോകം വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. അപ്പൊ എന്തായെന്ന് വിചാരിച്ചാൽ ഓരോരുത്തരും പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അങ്ങോട്ട് തട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരുപാട് തഫ്സീറുകളുണ്ട്. അതെന്ത് വേണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മുഖേന സ്വഹീഹായ സനദോട് കൂടി ലഭിച്ചതാണോ എന്ന് പരിശോധിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. പിന്നെ സഹാബികളുടെ തഫ്സീർ നമുക്ക് ലഭിക്കുന്നത് സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ച താബികളിൽ നിന്നാണ്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, ലഹാക്ക്, അബൂ മാലിക്, മുഖാതിൽ, അതാ പോലെയുള്ള പണ്ഡിതന്മാർ, താബിഈ പണ്ഡിതന്മാർ, അവര് തഫ്സീർ പറഞ്ഞതും ഈ പറഞ്ഞ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടും ഇതിനെ ഈ പറഞ്ഞ തത്വങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ടുമാണ് നമ്മുടെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത്. ചില അപാകതകൾ, അബദ്ധങ്ങള്, മാനുഷികമായ ചില പോരായ്മകള് അതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്. മൊത്തത്തിൽ പരിശുദ്ധ ഖുർആനെ സലഫി രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് അമാനി മൗലവി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണാൻ സാധിക്കും, സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള താഴെ 15 ആദ്യം പരിഭാഷ ഇറക്കിയത്. അത് അമാനി മൗലവിയും അലവി മൗലവിയും പി കെ മൂസ മൗലവിയാണ് തുടങ്ങിയത്. സൂറത്ത് നംലെത്തിയപ്പോഴേക്കും പി കെ മൂസ മൗലവിക്ക് സുഖമില്ലാതെ അദ്ദേഹം മാറിയിരുന്നു. പിന്നെ അമാനി മൗലവിയും അലവി മൗലവിയും എഴുതി. ഈ സൂറത്തുൽ നാസിൽ താഴെ 15 എഴുതി തീർത്തിട്ട് അത് മുഴുവനും സലഫി തറവാട്ടിലെ കാരണവരായ കെ എം മൗലവി റഹിമഹുല്ലാ പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 2 മാന്യദേഹങ്ങളാണ് ഇത് തഫ്സീർ നിർവഹിച്ചിട്ടുള്ളതെങ്കിലും ഇത് സലഫീങ്ങളുടെ തഫ്സീറാണെന്ന് എനിക്ക് ഖണ്ഡിതമായി ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞാനത് മുഴുവനും ശരിക്കും പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ സലഫീങ്ങൾ എങ്ങനെ ഖുർആനെ വ്യാഖ്യാനിച്ചു അതുപോലെ വ്യാഖ്യാനിച്ചു എന്നതാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയ്ക്ക് കേരള മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്വാധീനം. നമ്മുടെ ശത്രുക്കൾ പോലും പൊതിഞ്ഞ് ഉള്ളിലാക്കി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് വായിക്കും. കണ്ടാ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് അമാനി മൗലവിന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന് പുറത്തേരി എങ്ങനെ വാങ്ങുക. പക്ഷെ അവർക്ക് ഖുർആൻ മനസ്സിലാക്കാൻ എനിക്ക് അത് ഉപയോഗിക്കേണ്ട കയ്യില്ല. എത്ര പതിപ്പായി ഇറങ്ങിപ്പോയത്. കാരണം അദ്ദേഹത്തിന്റെ വകയായിട്ട് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വകയായിട്ട് അതിലൊന്നുമില്ല. അതിലുള്ളത് സലഫികൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത്, ഇബ്നു കസീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ത്വബരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സമകാലികരായ മുഫസ്സിറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാതെ ആർക്കും സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഈ തഫ്സീറിന്റെ തത്വം, ആ തത്വത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അനിവാര്യമായുണ്ടായ ഒരു പിളർപ്പ്, ആ പിളർപ്പിൽ എത്തിച്ച ആശയങ്ങൾ അതെടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കാണ്, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തർക്കാണ്, അല്ലെങ്കിൽ സമ്പത്ത് ഓരി വെക്കുന്നതിനുള്ള തർക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞ ആളുകൾ തന്നെയാണ് പിന്നെ അധികാരത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്.
കാരണം സെക്രട്ടറി അയാൾക്ക് ജനറൽ സെക്രട്ടറി തന്നെ ആകണമെന്ന് പറഞ്ഞിട്ട് അയാൾ പിറ്റേന്ന് പുതിയ സംഘടന ഉണ്ടാക്കുകയാണ്. അപ്പൊ മനസ്സിലായി മൂപ്പർക്ക് അധികാരമാണ് പ്രശ്നം. അതുപോലെ തന്നെ ആശയത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞ പിറ്റേന്ന് പത്രങ്ങൾ കൊടുത്തതിൽ പറഞ്ഞത് ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘടനമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. അപ്പൊ ഒരു സംഘടനക്കുള്ളിൽ രണ്ട് ചിന്താധാര ശരിയാവില്ലല്ലോ, അത് കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘടന എന്താണ്? ആ ചിന്താധാരന്റെ പ്രത്യേകത, ആ ചിന്താധാരക്കാർ പറഞ്ഞത് ഈ പറഞ്ഞ തത്വമൊന്നും ഖുർആൻ വ്യാഖ്യാനത്തിൽ പരിഗണിക്കണമെന്നില്ല. ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇൻസ്ട്രക്ടർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്താ പറയുക, നിങ്ങളൊരു ഡിക്ഷണറി എടുക്കുക, ഒരു അറബി മലയാളം അല്ലെങ്കിൽ അറബിക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറി എടുക്കുക, എന്നിട്ട് അതിൽ അർത്ഥം നോക്കുക, എന്നിട്ട് നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനിക്കുക. വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തഫ്സീറുകൾ പിന്നെ പരിശോധിക്കാം. ആ രൂപത്തിലാണ് പഠിപ്പിച്ചത്. പിന്നെ കാര്യമായി അവലംബിക്കാൻ പറഞ്ഞത് മുഅ്തസിലി തഫ്സീറായ ജാറുല്ലാഹി സമഖ്ശരിയുടെ തഫ്സീറാണ്. കശാഫ് അത് നോക്കാം, കശാഫ് നോക്കണം നിങ്ങൾ. കശാഫ് പറഞ്ഞാൽ ഭാഷാപരമായി അയാൾ കുറെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ടെങ്കിലും ആശയപരമായ അഹ്ലുസുന്നത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അഖീദ കാര്യങ്ങൾക്ക് ഒരുപാട് ഭയം സംഭവിച്ച തഫ്സീറാ ജാറുല്ലാഹി സമഖ്ശരിയുടെ കശാഫ്. അത് അവലംബിക്കാനാ പറഞ്ഞിരുന്നത്. അപ്പൊ ആ രൂപത്തിൽ വന്നപ്പോ ഖുർആൻ വ്യാഖ്യാനത്തിൽ തർക്കണ്ടായി. ഇഖ്റ ബിസ്മി റബ്ബിക എങ്ങനെ അർത്ഥം പറയേണ്ടത്? ഖറ എന്നതിന് ജമഅ ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരുമിച്ച് ചേർത്തി വെക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നിനക്ക് ഒരു റബ്ബിനെ കുറിച്ച് മനസ്സിലാകും, ഒരു സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാകും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ റബ്ബുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം, വിലയിരുത്തണം. നല്ല ശാസ്ത്രീയ വ്യാഖ്യാനം. സാധാരണക്കാര് ചോദിച്ചല്ല, മദ്രസയിൽ നമ്മൾ പഠിച്ച അങ്ങനെയല്ലല്ലോ. ജിബ്രീൽ വന്നു മനുഷ്യരൂപത്തിൽ ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി ഇരിക്കുമ്പോ ഇഖ്റ നീ ഓതുക എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പഠിച്ച ഓതുക എന്നാണ്, ഒരുമിച്ച് കൂട്ടുക, പെറുക്കി കൂട്ടുക. നമ്മൾ അർത്ഥം പഠിച്ചില്ലല്ലോ, ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം ഉണ്ട് എന്നാണ്. എന്നിട്ടോ ജിബ്രീൽ ഓതിക്കൊടുത്തു. നബി പറഞ്ഞു മാ നബി ഖാരീൻ, എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ. പുതിയ അർത്ഥപ്രകാരം എനിക്കങ്ങനെ പെറുക്കി കൂട്ടാൻ അറിഞ്ഞുകൂടാ എന്നാണ്, അല്ലേ? എനിക്കങ്ങനെ പെറുക്കി കൂട്ടാൻ അറിഞ്ഞുകൂടാ എന്നാ റസൂൽ പറഞ്ഞത്. എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ. മാ നബി ഖാരീൻ വീണ്ടും പറഞ്ഞു കൊടുത്ത് ഇഖ്റ ഓത്. അപ്പോഴും നബി പറഞ്ഞു എനിക്ക് ഓതാൻ അറിഞ്ഞൂടാ. മൂന്നാമത്തെ തവണയും അണച്ചു പിടിച്ച് വിട്ടിട്ട് ഓതിക്കൊടുത്തു. അപ്പൊ നബി അത് കേട്ട് ഓതി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. കണ്ടോ, അതാണ് ഇഖ്റ ബിസ്മിന്റെ ശരിയായ അർത്ഥം. അതാണ് ഇറങ്ങാനുള്ള കാരണം. അവിടെ ഒരുമിച്ച് കൂട്ടാന്നോ പെറുക്കി കൂട്ടാന്നൊന്നും അർത്ഥമില്ല എന്ന് വന്നു. അങ്ങനെ ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ ചർച്ച വന്നപ്പോ ഞാൻ ആ അർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു. ശരി, ഉറച്ചു നിൽക്കണ്ട, എന്നാ വിട്ടു എന്നാണ് നമ്മളെ ഇന്ന് മനസ്സിലാകുന്നത്. കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാലേ പിന്നെ അതാ വരുന്ന നീലബുക്കിൽ അതിനെ പച്ചയായി ന്യായീകരിക്കുകയാണ്. എന്തോ ഖറാന്ന് പറഞ്ഞാൽ ജമാഅത്ത് അർത്ഥമുണ്ട്, വായിക്കലും ഒരു തരത്തിലുള്ള പെറുക്കിക്കൂട്ടൽ തന്നെയാണ്. ഇപ്പൊ അധ്യാപകൻ എന്ന് മലയാളത്തിൽ നിങ്ങൾ എഴുതിയിട്ട് വായിക്കുകയാണെങ്കിൽ ആ അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത് അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തുനിന്ന് എടുത്ത് ഒക്കെ പാടെ ഒരുമിച്ച് കൂട്ടുകയാണ്. അപ്പൊ വായനയും ഒരു തരത്തിലുള്ള പെറുക്കിക്കൂട്ടലാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ന്യായീകരിച്ചു. കണ്ടോ, അപ്പൊ പ്രമാണങ്ങളോടുള്ള സമീപനത്തിലാ തെറ്റുപറ്റിയത്. തെറ്റാണെങ്കിൽ അത് ഞങ്ങൾ തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞ് ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ സംബന്ധിച്ച സ്ഥിതിക്ക് അത് ഒഴിവാക്കല്ല, പിന്നെ അതിനെ ന്യായീകരിക്കാൻ ചെയ്തത്. അതുപോലെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി ധൃതിയിൽ ചുണ്ടുകൾ ചലിപ്പിച്ചിരുന്നു. അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അങ്ങനെ ധൃതി കൂട്ടി ചുണ്ടുകൾ ചലിപ്പിക്കേണ്ടതില്ല. ആ ഇറങ്ങുന്ന ഖുർആൻ മുഴുവനും താങ്കളുടെ മനസ്സിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരും. കണ്ടോ, ഓതിത്തരും ചെയ്യും. ആ ഓത്തിനെ താങ്കൾ പിന്തുടർന്നാൽ മതി. ഇത് സഹാബി ചുണ്ട് ചലിപ്പിച്ച് റസൂൽ ഇങ്ങനെ ആ ചുണ്ട് ചലിപ്പിച്ചെന്ന് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അർത്ഥം മാറി. അർത്ഥം ചേകനൂരിന്റെ അർത്ഥമായി. ചേകനൂര് പണ്ടേ പറയുന്ന അർത്ഥാണ് എന്ത്, അതിന്റെ മേലെ യൗമുൽ ആഖിറിനെ പറ്റിയാ പറയണത്, ആ ആയത്തിന്റെ താഴെ യൗമുൽ ആഖിറിനെ പറ്റിയാ പറയണത്. അതുകൊണ്ട് ഇത് ആഖിറത്തിനെ പറ്റിയാണ്. അപ്പോൾ ശബാബിൽ അച്ചടിച്ചു വന്നു. എന്താ വന്നത്? അത് സത്യനിഷേധി അള്ളാഹുവിന്റെ അടുത്ത് ഓന്റെ കാര്യം തെളിയിക്കാൻ വേണ്ടി നാക്കിട്ടടിക്കും. അപ്പൊ അള്ളാഹ് പറയാണ് ലാ തുഹരിക് ബി ലിസാനക, ഇങ്ങനെ നാക്കിട്ടടിക്കൊന്നും വേണ്ട, അതിന്റെ എല്ലാ റെക്കോർഡും നമ്മളെ കയ്യിലുണ്ട്. നമ്മളത് വായിച്ചു തരുമ്പോ, ചാർജ് ഷീറ്റാണ് വായിച്ചു തരുമ്പോ ഫത്തബി ഖുർആൻ ആ വായിച്ച ചാർജ് ഷീറ്റിലുള്ള അനുസരിച്ചാണ് ചെയ്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ചേകനൂരികള് കണ്ടോ, മൗലവി അബുൽ ഹസൻ ചേകനൂര് പണ്ട് അർത്ഥം പറഞ്ഞപ്പോ നിങ്ങളതിനെ പല്ലുനഖം ഉപയോഗിച്ച് എതിർത്തു. ഇപ്പൊ നിങ്ങളിൽ ഒരു കൂട്ടർക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ, ഇങ്ങനെ ചേകനൂര് പറയുന്ന ഓരോന്നും എന്ന് പറഞ്ഞു. കണ്ടോ, അപ്പൊ എവിടെയാ തെറ്റിയത്? ഖുർആൻ
ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലുള്ള അടിസ്ഥാന തത്വം സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് സഹാബി പറഞ്ഞു തന്നിട്ടില്ല, ഇന്ന് വിട്ടു. എന്നിട്ടോ കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും നീലബുക്കിൽ ന്യായീകരണം വരികയാണ്. മാത്രമല്ല, ഇത് പറഞ്ഞാള് ജമിയത്തിന്റെ മുമ്പിൽ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാള് വയനാട്ടിൽ പോയി പ്രസംഗിച്ചു. ഞാൻ ഈ പറയുന്ന അർത്ഥം ഈ മരമൂരാച്ചികൾക്ക് മനസ്സിലാകണമെങ്കിൽ 1/4 നൂറ്റാണ്ട് കഴിയും എന്നാ പറഞ്ഞു. എന്താ ഇങ്ങനുണ്ട്? ഞാൻ ഈ പറയുന്ന അർത്ഥം ഈ മരമൂരാച്ചികൾക്ക് മനസ്സിലാകണമെങ്കിൽ 1/4 നൂറ്റാണ്ട് കഴിയും എന്നാ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, അതാണ് തർക്കം. പ്രമാണങ്ങളെ എങ്ങനെ സമീപിക്കണം? ഓരോരുത്തർക്കും ഖുർആൻ എടുക്കുക, ഓരോരുത്തർക്ക് തോന്നിയമാതിരി വ്യാഖ്യാനിക്കാനുള്ള ലൈസൻസ് കൊടുത്താൽ ഒരു പ്രശ്നമല്ല, നമുക്ക് യോജിക്കാന്നാണ് എല്ലാവരും പറയുന്നത്. ആ ലൈസൻസ് കൊടുക്കാപ്പോ നമുക്ക് യാതൊരു നിവൃത്തിയില്ല. കാരണം സലഫീങ്ങൾ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സലഫി മൻഹജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലഫി മൻഹജിൽ നിന്നുള്ള വ്യതിയാനമാണ് വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു 5ാം മദ്ഹബ് വന്നിട്ട് സലഫി മൻഹജ്, ഒരു പുതിയ തെരീഖത്ത്, ഗൾഫ് ഇറക്കുമതി, വിചിത്രവാദം, അപകടം എന്നൊക്കെയാ പറഞ്ഞത്. എന്താ വാസ്തവത്തിൽ സലഫി തന്നെ? എന്താ സലഫി നഗർ, സലഫി സമ്മേളനം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവർക്കത് പറയാൻ അർഹതയുണ്ടോ? സലഫി എന്ന് പറഞ്ഞ ആരാ? സലഫിന്റെ മാർഗം സ്വീകരിച്ചവർ. ഇവർ ജമിയത്തുൽ ഉണ്ടാക്കി. എന്താ ചെയ്താരോ? കേരള ജമിയത്തുൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നാണ് നമ്മളെ ജമിയത്തുൽ ഉലമയുടെ പേര്. അതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ കട്ട് ചെയ്തിട്ട് വെറും കേരള ജമിയത്തുൽ ഉലമ ആക്കി. അപ്പൊ രജിസ്ട്രേഷൻ കിട്ടുമല്ലോ. അപ്പൊ 2 സംഘടനയായല്ലോ. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറയുകയും പേരിൽ പോലും അത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവര്. കണ്ടോ? വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചു അതുപോലെ വ്യാഖ്യാനിക്കണം. സലഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് സഹാബത്താണ്, പിന്നെ താബികളാണ്, പിന്നെ താബികളാണ്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച സഹാബികളാണ്. പിന്നെ അതിനടുത്തവർ താബികൾ, പിന്നെ അതിനടുത്തവർ താബികൾ. ഇവർക്കാണ് സലഫ് സാലികൾ എന്ന് പറയാ. അവർ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ ദീനിനെ മനസ്സിലാക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു പറയാണ്, അഹ്ലി കിതാബിനോട് പറയാ, വേദക്കാരെ ആ സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ സഹാബികളാകുന്ന നിങ്ങൾ വിശ്വസിച്ചതുപോലെ അഹ്ലി കിതാബ് വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു എന്ന് ഖുർആൻ പറയാണ്. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ് ഖാലു അനുമിനു കമാ ആമന സുഫഹാ. സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ അവർ ചോദിക്കും, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? സഹാബത്തിനെ കളിയാക്കും. ആ ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായി. വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. ഖുർആൻ പറയാണ്, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം ആരെങ്കിലും റസൂലിന് എതിര് പ്രവർത്തിച്ചാൽ, മാത്രമല്ല സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവന് തിരിച്ചുവിടും, അവർ നരകത്തിൽ കടത്തും. അവന്റെ പതനസ്ഥാനം എത്ര മോശം. അപ്പൊ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ സഹാബത്തിന്റെ മാർഗാണ്. അതാണ് സലഫി മൻഹജിന്റെ തെളിവുകൾ. സലഫി മൻഹജ് സ്വീകരിക്കണമെന്ന് പറഞ്ഞത് സബീലുൽ മുഅ്മിനീൻ സ്വീകരിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ ചിന്താധാരയല്ല, അതൊരിക്കലും തന്നെ ഗൾഫ് ഇറക്കുമതിയല്ല. കാരണം ഖുർആൻ വ്യാഖ്യാനത്തിലെ തത്വങ്ങൾ വ്യതിചലിച്ചപ്പോഴാണ് പിഴച്ച കക്ഷികൾ ഉണ്ടായത്. ഖവാരിജീങ്ങൾ ഇന്ന് ജമാഅത്തേര് പറയുന്നത് പോലെ ഇനുൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഭരണം അല്ലാഹുക്ക് മാത്രം എന്ന് പറഞ്ഞില്ലേ, അതേ വാദം അന്നവർ കൊണ്ടുവന്നു. വിധി പറയാനുള്ള തീരുമാനം, വിധി തീരുമാനം പറയാനുള്ളത് അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. അലി റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്നെ എന്താ പറഞ്ഞത്? കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. നല്ല വാക്കാണ് പറഞ്ഞത്, പക്ഷെ അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ബാത്തിലാണ്. കണ്ടോ ഷിയാക്കൾക്ക് സംഭവിച്ചത് എന്താ? എത്ര ആയത്തുകളാണ് അവർ ദുർവ്യാഖ്യാനിച്ചത്. യുവത പുറത്തിറക്കിയ ഖുർആൻ ദുർവ്യാഖ്യാന പ്രവണതകളെന്ന് അബ്ദുൽ ഹഖ് സുല്ലമിയുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കി. പിഴച്ച കക്ഷികൾക്കൊക്കെ വ്യതിയാനം സംഭവിച്ചത് ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലായിരുന്നു. ഇവിടെ ഖാദിയാനികളതാ ഖാത്തമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ നബിമാരിൽ അന്തിമൻ എന്നല്ല അർത്ഥം. ഖാത്തമുൽ ഖൗം എന്ന് പറഞ്ഞാൽ അഫ്ളലുഹും, ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. മുദ്ര എന്നാണ് അർത്ഥം. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം വേറെ നബി വരുന്നതിന് ആ ആയത്തെതിരല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. എല്ലാരും ഖുർആനാ. ഇക്കഴിഞ്ഞ വാദപ്രതിവാദങ്ങളിലൊക്കെ മുസ്ലിയാക്കന്മാർ എന്താ ചെയ്തത്? ആയത്തണ്ട് ഓതുക, വായി തോന്നിയ അർത്ഥം കണ്ട് പറയാ. അർത്ഥത്തിൽ തെറ്റൊന്നുമില്ല. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? എപ്പോഴാ അത് അവതരിച്ചത്? അതൊന്നുമില്ല.
അർത്ഥം മാത്രമാണ് പറയാ. അപ്പോൾ അങ്ങനെ ചോദിക്കാമെന്നുണ്ട്, കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് ചോദിക്കാമെന്നുണ്ട്, എന്നിട്ടാണ് തക്ബീർ ചൊല്ലിക്കുക. എല്ലാ കാലത്തും ചെയ്ത അതാണ്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിനുള്ള ഈ തത്വം വിട്ടാ പിന്നെ ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള ലൈസൻസ് കൊടുക്കലാവും. ആ ലൈസൻസ് കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നിവൃത്തിയില്ല. അതുകൊണ്ട് പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള നയം എന്ന് പറയുന്നത് അത് സലഫീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. മാ അന അലൈഹി വസ്ഹാബി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേര് ആ ഹദീസിൽ നിന്നുണ്ടായതാ. ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷിയായി പിളർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 കക്ഷിയാകും. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ആ രക്ഷപ്പെട്ട വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാണ്? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അതിൽ ഞാൻ ഏതൊരു മാർഗത്തിലാണോ എന്ന് പറഞ്ഞില്ലേ റസൂല്, അതാണ് അഹ്ലുസുന്ന. വസ്ഹാബി എന്ന് പറഞ്ഞാൽ അൽ ജമാഅ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ കാണാൻ സാധിക്കും, അംഗങ്ങളെ യോഗ്യത പറയുന്നിടത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ടവരും ഖുർആനും സുന്നത്തും സലഫ് സാലികളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരും. അപ്പൊ ഖുർആൻ സുന്നത്തും ജീവിക്കാന്ന് മാത്രമല്ല, ഖുർആനും സുന്നത്തും സലഫ് സാലികളുടെ ജീവിതചര്യ അനുസരിച്ച് ജീവിക്കുന്നവരും, അവർക്ക് മാത്രമേ കേരള ജമിയത്തുൽ ഉലമയില് എന്തുള്ളൂ, അംഗത്വം ലഭിക്കുള്ളൂ. അത് സലഫി മന്നജി നമ്മൾ അംഗീകരിക്കൂല, അത് 5ാം മദ്ഹബാണെന്ന് പറഞ്ഞാൽ ഒരു കേരള ജമിയത്തുൽ ഉലമയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ ചര്യ എന്ന് പറഞ്ഞു, സലഫ് സാലികളെ ചര്യ, അതുപോലെ മാർഗം എന്ന് പറഞ്ഞു. അതന്നെ കൂട്ടരെ മൻഹജ് എന്ന് പറഞ്ഞ, മൻഹജ് എന്ന് പറഞ്ഞ മലയാളാണ് ഈ മാർഗം, ചര്യ, വഴി എന്നൊക്കെ. സലഫി മൻഹജ് എന്നാൽ സലഫുകളുടെ മാർഗം. ഇപ്പോ കേരളത്തിൽ ആദ്യമുണ്ടായ സലഫി സംഘടനകളെ കൂട്ടത്തിലെ സംഘടനയാണ് ജമിയത്തുൽ മുജാഹിദീൻ അരീക്കോട്. 1944 സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് നിലമ്പൂരും വണ്ടൂരും കോഴിക്കോട് ജില്ലയിലെ കാരക്കുന്നത്തും മറ്റുമൊക്കെ അതിന് യൂണിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ജമിയത്തുൽ മുജാഹിദീന്റെ 40ാം വാർഷിക സോവനീറിൽ ആ സംഘടന ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലെന്താ പറഞ്ഞോ, ഖുർആൻ ദർസിൽ പതിവായി പങ്കെടുക്കുകയും സലഫി വഴിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. അപ്പൊ അബ്ദുസ്സലാമോലിന്റെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സലഫി വഴിയിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രം ഉൾപ്പെടുത്താൻ. ഏതായി സലഫി വഴി? സഹാബത്തിന്റെ താബികളെ വഴി. അതിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രമേ ജമിയത്തുൽ മുജാഹിദീന് മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യിച്ച ശേഷമാണ് ഓരോരുത്തരെയും മെമ്പറായി ചേർക്കേണ്ടതെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്താണ് പ്രതിജ്ഞ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായാലും എനിക്ക് ബന്ധപ്പെട്ടവരോ ബന്ധപ്പെടാത്തവരോ ആയ ആർക്ക് തന്നെ വിപരീതമായാലും ഖുർആനും സുന്നത്തും പ്രമാണമാക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും മാതൃകയാക്കിയും കൊണ്ട് നീതി പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്നും പിന്നെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ഖുർആനും സുന്നത്ത് മാത്രമല്ല, നബിയെയും സഹാബത്തിനെയും മാതൃകയാക്കണം. അതാണ് സലഫി മൻഹജ്. കണ്ടോ? അപ്പൊ നബിയെയും സഹാബത്തിനെയും മാതൃകയാക്കുക എന്നുള്ളത് തന്നെ സലഫി മൻഹജ്, സലഫി വഴി, സലഫി ചര്യ. 1950 പരപ്പനങ്ങാടി വാദപ്രതിവാദത്തിൽ ജമിയത്തുൽ ഉലമ എഴുതി കൊടുത്ത അതാണ്. സഹാബത്ത് ഖുർആൻ വ്യാഖ്യാനിച്ച പോലെ സലഫിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. മാത്രമല്ല 86 കുറ്റിപ്പുറത്ത് നടന്ന സമ്മേളനം എന്റെ സോവനീറുകളെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തിലെ അറബി ലേഖനം കൊടുത്ത് കാണാൻ സാധിക്കും. അതിലൊരു ഹെഡിങ് എന്താ അറിയോ? അൽ മൻഹജു സലഫി വസായിറുൽ മനാഹിജ്. ഞാൻ പറയാൻ കാരണം ഇത് സംഘടനാ പിളർപ്പിനോടനുബന്ധിച്ച് ആരോ ഗൾഫ് ഇറക്കുമതി ചെയ്ത സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. സലഫി മൻഹജും മറ്റ് മൻഹജുകളും എന്നാൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ അറബികൾക്കിടയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി KP മുഹമ്മദ് പോലെയുള്ള കാലത്ത് ഒരു ബ്രോഷർ പ്രസിദ്ധീകരിച്ചു അറബിയിൽ. അതിൽ ഐക്യസംഘത്തെ പരിചയപ്പെടുന്ന ഭാഗം എങ്ങനെയാണ്? തദ്ഉഹും ഇലൽ ഉഖുവത്തിൽ ഇസ്ലാമിയ്യ വഇലൽ ഇത്തിഹാദ് തഹത റായത്തിൽ ഖുർആനി വസ്സുന്ന വസീറത്തി സലഫി സാലിഹ്. ഐക്യസംഘം അത് ഇസ്ലാമിക സാഹോദര്യത്തിലേക്കും ഐക്യത്തിലേക്കും ക്ഷണിക്കുന്നു. ഖുർആനിന്റെ കൊടിക്ക് കീഴിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തിന്റെ കൊടിക്ക് കീഴിൽ നിന്നുകൊണ്ട്, വസീറത്തി സലഫ് സാലിഹ് സലഫ് സാലികളുടെ ചര്യക്ക് കീഴിൽ നിന്നുകൊണ്ടും. അതുപോലെ കേരള ജമിയത്തുൽ ഉലമയും KNMനെയും സംബന്ധിച്ചതിൽ പറയുന്നുണ്ട്, വതഖൂമാനി ബിദ്ദഅവതി ഇലാ തആലീമിൽ ഖുർആനി വസ്സുന്ന വസീറത്തി സലഫി സാലിഹ്. കണ്ടോ? അവ രണ്ടും അള്ളാഹ് ഖുർആന്റെയും സുന്നത്തിന്റെയും സലഫ് സാലികളുടെ ചര്യയുടെയും അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് അവർ നിർവഹിക്കുന്ന ദൗത്യം. അലാ ഹദ്ദി ഖൗലിൽ ഇമാം മാലിക് പറഞ്ഞതുപോലെ ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിൽ ആദ്യകാലക്കാർ
ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാർ നന്നാവുകയുള്ളൂ എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യകാലക്കാരുടെ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കലാണ് കേന്നമും കേജയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യകാല മുസ്ലിം സമൂഹം എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെയുള്ള ഒരു മുസ്ലിം സമൂഹത്തെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യത്തിന്റെ ആകത്തുക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യകാല മുസ്ലിമീങ്ങൾ സഹാബി, നമ്മളെ പറ്റി പുത്തൻവാദി എന്നാ പല ആളുകളും പറയാറുള്ളത്. എന്ത് പുത്തനാ നമ്മൾ പറഞ്ഞത്? പഴമയിലേക്ക് തിരിച്ചു പോകണം. ചില ആളുകൾ പറയും നമ്മളെ പ്രസ്ഥാനം 50 കൊല്ലം പിന്നോട്ട് പോയി, 100 കൊല്ലം പിന്നോട്ട് പോയി എന്നൊക്കെ പറയും. ഞാൻ പറയല് 1400 കൊല്ലം പിന്നോട്ട് പോകണം എന്നാണ്. 1400 കൊല്ലം നമ്മളെ പ്രസ്ഥാനം പിന്നോട്ട് പോകണം. അതാണ് നമ്മളെ പ്രസ്ഥാനത്തിലെ അസിൽ തന്നെ. 1400 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുക. റസൂലിന്റെ കാര്യം, സഹാബത്തിന്റെ കാര്യം, അങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം വളർത്തിയെടുത്തിട്ടുള്ളത്. ഇവർ നീലപുസ്തകത്ത് പറഞ്ഞെന്താറിയോ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുൻകാല നേതാക്കളായ വക്കം മൗലവി, കെ എം മൗലവി തുടങ്ങിയവർ പടുത്തുയർത്തിയ പാതയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാത. അതിൽ നിന്നുള്ള വ്യതിയാനത്തെ പറ്റിയാണ് ചർച്ച. ഇപ്പൊ വക്കം മൗലവിയും കെ എം മൗലവി ഒന്നും സലഫ് സാലികളെ ചര്യ നോക്കണ്ട, ഖുർആൻ സുന്നത്തും മാത്രം നോക്കിയാൽ മതി എന്നാണോ പറഞ്ഞിരുന്നത്? അല്ല, ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കും പോലെ മനസ്സിലാക്കണം എന്നാണ് വക്കമൗലി നേതൃത്വം ഐക്യസംഘത്തിന്റെ നേതാക്കന്മാര് പറഞ്ഞിരുന്നത്. ഐക്യസംഘല്ലേ പിന്നെ KJU ആയത് അല്ലേ? ആ KJUവിന്റെ ഭരണഘടനയിൽ ഉള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്തിന്റെ പ്രമാണങ്ങൾ ഏതോ അതാണ് നമ്മുടെ പ്രമാണം. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എങ്ങനെയാണോ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞെന്താ അറിയോ? സലഫി മൻഹജ് നമ്മൾ അംഗീകരിക്കും, അൽ മൻഹജു സലഫി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൂല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സ്വീകരിക്കൂല. എന്നാലോചിച്ചോളി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അത് പറ്റൂല. എന്താ രണ്ടും തമ്മിലെ വ്യത്യാസം? അതുപോലെയാണ് സുഹൃത്തുക്കൾ, ഈ തരത്തിലുള്ള വിചിത്രവാദങ്ങള് ഇവിടെ ഉണ്ടാക്കിയതാണ് വാസ്തവത്തിൽ പ്രമാണങ്ങളിലുള്ള സമീപനത്തിൽ ഉണ്ടായ തർക്കം. ഇത് മാത്രമല്ല, ഹദീസുകൾ എങ്ങനെ മനസ്സിലാക്കണം അതിലിവിടെ തർക്കമുണ്ടായിട്ടുണ്ട്. എന്താ തർക്കം? ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്ക് യോജിച്ച ഹദീസ് മാത്രം എടുത്താൽ മതി എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ബുഖാരിയൊക്കെ തന്നെയാണ്, എന്നാലും എന്റെ ബുദ്ധിക്കാണ് യോജിക്കണില്ല, അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. കണ്ടോ? എന്നിട്ട് അതിന് ആയത്തോതി കൊടുക്കും, ലഅല്ലക്കും തഅഖിലൂൻ ലഅല്ലക്കും തദക്കറൂൻ അഫലാ തതഫക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ചിന്തിക്കുക, ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തിനാ? റസൂലിനെ തിരുത്താനാ? തന്നെ ഹദീസിനെ തിരുത്താനാ? അല്ല. പിന്നെയോ, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചിട്ടേ മനസ്സിലാക്കേണ്ടു എന്നാണ്. മനസ്സിലായില്ലേ? സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ ഭേദഗതി വരുത്താൻ മനുഷ്യന്റെ ബുദ്ധിക്ക് അവകാശമുണ്ടോ? ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് അവകാശമുണ്ടോ? ഇല്ല. അത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. നിങ്ങൾക്ക് യുദ്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കത് വെറുപ്പാണ്. ഫഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വേറെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കും. അപ്പൊ ഒരു കാര്യത്തിന്റെ പുറമേയുള്ള ഗുണവും ദോഷവും മാത്രമേ മനുഷ്യന്മാരെ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഗുണവും ദോഷം അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് അള്ള ഒരു കാര്യം ഗുണാണെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സ്വീകരിക്കുക, അള്ള ഒരു കാര്യം ദോഷാണെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സ്വീകരിക്കുക. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നവരാണ്, നിങ്ങൾ അറിയാത്തവരാണ്. മാത്രല്ല, മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗൈബിയായ കാര്യങ്ങളാണ്. ഗൈബിയായ കാര്യങ്ങൾ വഹയിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, പ്രവാചകന്മാർ വന്നിട്ട് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളല്ല മതത്തിന്റെ അടിസ്ഥാനം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. എന്താ ഗൈബ് എന്ന് പറഞ്ഞാ? നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മൾ വികസിപ്പിച്ചെടുത്ത ആധുനിക ഉപകരണങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്ത മറഞ്ഞ കാര്യം, അതിൽ വിശ്വസിക്കണം. മലക്കുകള്, ജിന്നുകള്, പരലോകം, അവിടുത്തെ വിചാരണ എന്ന് തുടങ്ങി ഒരുപാട് ഇസ്ലാമിന്റെ അഖീദാപരമായ കാര്യങ്ങളൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്. അതിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുന്നതിനെ മുൻഗാമികൾ എതിർക്കുക ചെയ്തിട്ടുള്ളത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികൻ അവൻ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തു എന്ന ആയത്ത് ഉദ്ധരിച്ച് ഇമാം മാലിക് സംസാരിക്കുമ്പോ സദസ്സിലുള്ള ഒരുത്തൻ ചോദിച്ചു, അതെങ്ങനെയാണ് ഇമാം അവർകളെ? എന്തോ എങ്ങനെയാണ് അള്ളാന്റെ ഇസ്തിവാ? ഫഗളിബൽ ഇമാം മാലിക്, ഇമാം മാലിക്കിന് ദേഷ്യം വന്നു.
വഹമറ വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹുവിന്റെ അർശിലുള്ള ഇസ്തിവാ പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, പക്ഷെ അതിന്റെ രൂപം നമുക്കറിയില്ല, നമ്മുടെ ബുദ്ധിക്ക് അജ്ഞാതമാണത്. വലീമാനു ബിഹി വാജിബുൻ, പക്ഷേ ഇസ്തിവാ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെയെന്നുള്ള ചോദ്യം അത് ബിദ്അത്താണ്. വമാ അറാക ഇല്ലാ റജുല സൂഇൻ, നിന്നെ ഒരു ദുഷിച്ച വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാ ചോദ്യക്കാരനോട് പറഞ്ഞു. ഫഅമറ ബി ഇഖ്റാജി, പുറത്താക്കൂ ഇവനെ എന്റെ സദസ്സിൽ നിന്ന്. ആരാ പറയുന്നത്? ഇമാം മാലിക്. എന്താണ് ആ ചോദ്യക്കാരന്റെ പ്രശ്നം? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ അയാൾ ബുദ്ധി ഉപയോഗിച്ചു. കണ്ടോ? അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ പാടില്ല. അഖീദ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ എന്റെ ബുദ്ധിക്ക് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കൊള്ളൂ, പരീക്ഷണശാലി തെളിഞ്ഞ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾക്ക് മൂമിനാകാൻ കഴിയൂല. മലക്കിനെ പരീക്ഷണശാലി തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? ജിന്നിനെ പരീക്ഷണശാലി തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? പരലോകത്തെ വിചാരണ തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ഖലാ ഖദർ തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നാൽ അപ്പടി വിശ്വസിക്കുക. നമ്മുടെ ഗവേഷണം കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ പഠനം കൊണ്ടോ എത്തിയ ആ തത്വങ്ങളിലല്ല വിശ്വസിക്കേണ്ടത്. എനിക്ക് ലഭിച്ച വഹി മാത്രമാകുന്നു ഞാൻ പിൻപറ്റുന്നത് എന്ന് പ്രവാചകന്മാരോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, ബുദ്ധിയും പ്രമാണവും തമ്മിൽ പരസ്പരം എതിരാണെന്ന് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ബുദ്ധിക്കൊത്തിപ്പിച്ച് പ്രമാണത്തെ ഇങ്ങോട്ട് ചെത്തി എനിക്ക് ശരിയാക്കാൻ വേണ്ടത്? കാലിനൊപ്പിച്ച് ചെരുപ്പ് തെരഞ്ഞെടുക്കല്ലാതെ ചെരുപ്പിനൊപ്പിച്ച് കാല് ചെത്തി ശരിയാക്കലുണ്ടോ? അതാപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. 10 ആള് കൂടിയിട്ട് ഹദീസ് വായിച്ച് 4 ആൾക്ക് യോജിക്കണില്ല, 4 ആൾക്ക് പകുതി യോജിക്കുന്നുണ്ട്, മറ്റാൾക്ക് തീരെ യോജിക്കണില്ല. അപ്പോ 4 ആൾ ഈ ഹദീസ് 10 ആളും 10 രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് തന്നെ. അങ്ങനെയാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പൊ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതെങ്ങനെ ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ളുഹുർ 4 റക്അത്താണ്, അസ്ർ 4 റക്അത്താണ്, സുബൈ 2 റക്അത്താണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാല് രാവിലെ എണീറ്റ് കുറച്ച് മനുഷ്യന് സമയമുള്ള നേരാ അല്ലേ? അവിടെ 10 റക്അത്ത് നിസ്കരിച്ചാൽ മതി, വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. ഇതാ നട്ടുച്ചക്ക ഭക്ഷണമൊക്കെ കഴിച്ച ആ ക്ഷീണത്തില് യാതൊരു ഒഴിവില്ലാത്ത നേരത്ത് മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, ശേഷം 2 റക്അത്ത്, ചിലപ്പോ മുമ്പ് 4 റക്അത്ത്, പിന്നെ 4 ഫർളും, മൊത്തം 4 8 10 റക്അത്ത് എന്ന് പറയും. എന്താ അങ്ങനെ? ബുദ്ധിക്ക് യോജിക്കുന്നില്ല അത് അല്ലേ? ഒയ്ക്കസിലാമെന്ന് പുറത്ത് ബുദ്ധിക്ക് യോജിക്കില്ലെങ്കിൽ അവിടെ 4ആണ്, സുബൈക്ക് 2ആണ്, മഗ്‌രിബ് 3ആണ്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്. എന്താ സുജൂദ് അങ്ങനെ? റസൂൽ അങ്ങനെയാ പറഞ്ഞത്. എന്താ റുക്കൂ ഇങ്ങനെ? റസൂൽ അങ്ങനെയാ പറഞ്ഞത്. ഒരു ബുദ്ധിക്കുള്ള സ്ഥാനല്ല, ബുദ്ധി വലിച്ചെറിഞ്ഞാളാ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കണം. അവിടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമില്ല. ലൗ കാന ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഇ മിൻ അലാഹു. ഖുഫമൽ തടവും അല്ലേ? ഒളുവോട് കൂടി സോക്സ് ധരിച്ചാലേ നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ദിവസവും യാത്രക്കാരന് 3 ദിവസവും ഒന്നുണ്ടാക്കുമ്പോ കാല് കഴുകാൻ അത് അയക്കേണ്ടതില്ല. കാല് കഴുകേണ്ട സമയത്ത് തന്നെ പൊറഞ്ഞടിമ ഒന്നിങ്ങനെ തടവിയാ മതി. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മതം മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ ഈ ഖുഫന്റെ താഴെ തടവണമെന്നാണ് ബുദ്ധിക്ക് യോജിച്ചത്. കാരണം കുറച്ചെങ്കിലും ചളി ഉണ്ടാകുക കാലിന്റെ അടിയിലല്ലേ. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് അതിന്റെ പൊറഞ്ഞടിമ തടയുന്നതാണ് ഞാൻ കണ്ടത്. കണ്ടോ? അപ്പൊ ഏറ്റവും യോജിച്ച് താഴെ തടവേണ്ടതാണ് ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ. പക്ഷെ അവിടെ ബുദ്ധിയല്ല നോക്കേണ്ടത്. റസൂൽ എവിടെയാ തടവിയത് അവിടെ തടവുക. അത് റസൂൽ എന്താ അങ്ങനെ ചെയ്ത്? ചളി ഉണ്ടാകാൻ സാധ്യം ഇവിടെയല്ലേ? പറ്റൂല. റസൂൽ തടവി കൊടുത്ത് തടവണം. കണ്ടോ? അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. തവാഫ്, അതിനിപ്പോ എന്താ ബുദ്ധി? ഇഹ്റാമിന്റെ വസ്ത്രം, ഒരു തുണിയും ഒരു പൊതിയും, ഷെഡി പാടില്ല, ഡ്രോയർ പാടില്ല, ബനിയൻ പാടില്ല, കുപ്പായം പാടില്ല. പ്രാകൃത വേഷം അല്ലേ? താടിമ തൊടാൻ പാടില്ല, മീശമ തൊടാൻ പാടില്ല, മുടിമ തൊടാൻ പാടില്ല, ഒന്നും തൊടാൻ പാടില്ല. ഇഹ്റാം പ്രവേശിച്ചാ പിന്നെ സുഗന്ധം പൂശാനും കൂടി പാടില്ല. കണ്ടോ? ഹൈ പ്രാകൃതൻ 5 8 ദിവസം ഇങ്ങനെ നടക്കുക, ഷെഡിയും കൂടി ഇടാതെ അല്ലേ? എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി ഹജ്ജിന്. എന്റെ ബുദ്ധിക്ക് യോജിക്കൂല, പോണ്ട. തവാഫ് ബലം വെക്കല, അവിടെ ചെന്ന് നോക്കുമ്പോ ഇടം വെക്കല. കഅബത്തിന് അടുത്താക്കിയിട്ടാ ചുറ്റണത്. പിന്നെ പൂണൂലിട്ട മാതിരി ആദ്യം ആ ഇഹ്റാമിന്റെ വസ്ത്രം വലത്തെ ചുമൽ ഇങ്ങനെ പുറത്താക്കിയിട്ട് വലത്തെ കച്ചത്തിന് അടി കൂടിയിട്ട് ഇങ്ങനെ പൂണൂലിട്ട മാതിരി ഇട്ടിട്ട് അതാണ് ആദ്യത്തെ തവാഫില്. പിന്നെ ഓടുവല്ല നടക്കുവല്ല, ഒരു റമല് നായ്പാച്ചില് അറിയില്ലേ, അങ്ങനെ ആദ്യത്തെ 3 ചുറ്റ്, പിന്നത്തെ 4 നടത്തം. എന്താ ഇതിലൊക്കെ
വല്ലതുണ്ടോ? എന്നിട്ട് കാബിന്റെ മൂലക്ക് ഒരു കല്ല്, അത് പോയി മുത്താൻ കഴിഞ്ഞാൽ കയ്യോട് തൊട്ട് അത് മുത്തുക, അല്ല ഇങ്ങനെ ആട്ടുക. എന്താ അതൊക്കെ ബുദ്ധിക്ക് യോജിക്കുണ്ടോ? പോണ്ട ചേച്ചിന് ഹജ്ജ് സെല്ല് നിർത്തിയാളാ. അപ്പൊ സുഹൃത്തെ, അങ്ങനെ നോക്കിയാല് ഒന്നും ബുദ്ധിക്ക് യോജിക്കൂല ഹജ്ജില്, അല്ലേ? സഫാ മർവന്റെ ഇടയിൽ കുറച്ച് നടക്കുക, പിന്നെ ഓടുക, പിന്നെ കുന്നുമ കയറുക, പിന്നെ ഇറങ്ങുക, പിന്നെ നടക്കുക, പിന്നെ ഓടുക, അല്ലേ? യോജിക്കുണ്ടോ ബുദ്ധിക്ക്? ഇല്ല. മുസ്ദലിഫിൽ ചെന്ന ഉറങ്ങലായി ഇബാദത്ത്, പിന്നെ ജംറന്റെ അവിടെ ചെന്ന എറിയലായി ഇബാദത്ത്. ഇങ്ങനെ എറിയാണെങ്കിൽ എന്താ, പരുത്ത കല്ലെടുത്തിട്ട് നല്ലോണം എറിയ, അതുമില്ല. കടലമണിയോളത്തെ കല്ലെടുത്തിട്ട് ഇങ്ങനെ മെല്ലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ എറിയല. എന്താ പയ്യനുള്ളത്? ബുദ്ധിക്ക് യോജിക്കുണ്ടോ? ഒന്നും യോജിക്കൂല. ബുദ്ധി ചിന്തയിൽ വെച്ച് പോണ്ടി വരും ഹജ്ജിന് പോകുമ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ ഒരു കാര്യമാണ് പറഞ്ഞ അതങ്ങനെയാണ് സ്വീകരിക്കല. അവിടെ നമ്മളെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമില്ല. ചേകനൂര് തുടങ്ങിയത് ഇങ്ങനെ തന്നെയാ. ചേകനൂരിസത്തിന്റെ തുടക്കം ഇങ്ങനെ തന്നെയായിരുന്നു. ചേകനൂര് പറഞ്ഞു, കീഴ്വായു പോയാൽ ഒന്നുമുറിനെ സംബന്ധിച്ച് അയാൾ ഭയങ്കരമായിട്ട് കളിയാക്കി. എന്താ കളിയാക്കിയത്? ടയർ പഞ്ചറായിട്ട് മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ? ടയർ പഞ്ചറായിട്ട് അത് കീഴ്വായു പോയിട്ട് കയ്യും കാലും കഴുകുക, ഒന്നുടുക്കല്ലേ ചെയ്യണത്, അവിടെ കഴുകല്ലേ വേണ്ടത്. അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, മൗലവിക്ക് കിനിമുണ്ടോന്ന് അറിഞ്ഞൂടാ? കിനിമുണ്ടെങ്കിൽ അവിടെയും കഴുകണം. വെറും കാറ്റാണെങ്കിലായി പറഞ്ഞത്. മാത്രല്ല, കക്കൂസ് പോയി വന്നാലും മൂത്രമൊഴിച്ചാലും ഒന്നെടുക്കണം എന്നുള്ള കാര്യം ഖുർആനിലുള്ളതാണല്ലോ. അതിപ്പോ ചേകനൂറ്റും തള്ളിക്കളയാൻ പറ്റുമല്ലോ. എങ്കിൽ നമ്മൾ ചോദിക്കാണ്, ഓയിൽ ലീക്കായ എന്തിനാ മേലെ പെയിന്റ് അടിച്ചത്? ലീക്കായോടത്ത് കഴിയാ പോരെ, അല്ലേ? നല്ലോണം കുളിച്ചു വൃത്തിയായി എന്നിട്ടൊന്ന് മൂത്രമൊഴിച്ചു, അവിടെ നിന്ന് കഴിയാ പോരെ? അല്ലെങ്കിൽ ഒന്ന് കക്കൂസ് പോയി, അവിടെ നിന്ന് കഴിയാ പോരെ? എന്തിനാ ഒന്നുണ്ടാക്കണേ? അപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചാണെങ്കിലോ, അപ്പൊ ഇങ്ങനെ ബുദ്ധിയായി ചേകനൂർ നല്ല ബുദ്ധിന്റെ ആളാട്ടോ എന്നും പറഞ്ഞൊരു പിന്നാലെ കൂടി പോയി നോക്കുമ്പോ തല പോയ തെങ്ങുമ്പോ കയറിയ മാതിരിയാ. കാരണം ഒരു ബുദ്ധിയില്ല. ആദ്യം അഹ്ലുൽ ഖുർആനികൾ പ്രത്യക്ഷപ്പെട്ടു, 5 നേരം നിസ്കാരം ഉണ്ട് എന്നിട്ട്. അപ്പൊ ചേകനൂർ അതിനെതിരെ നിരീക്ഷണത്തിൽ ലേഖനം, അണ്ടന്മാർ അടകോടന്മാർ 5 വക്ത് നിസ്കാരത്തെ 3 ആക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരം. കുറച്ചാലും കഴിഞ്ഞാൽ മൂപ്പരിനെ പറയാ നിസ്കാരം 3 തന്നെ ഉള്ളൂ. ആദ്യം മൂപ്പര് പറഞ്ഞു 5 ഉണ്ട്, പക്ഷെ തൊഴിലാളികൾ 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി. തൊഴിലാളിന്റെ ഒരാൾ എപ്പോഴേലും വന്നല്ലോ, ഒക്കെ മുതലാളിന്റെ ആളെന്നത് വരെ ഓർക്ക് നിസ്കരിച്ച് തന്നെ വേറെ പണിയൊന്നുമില്ല, മൗലവിമാർക്കും മുതലാളിമാർക്കും. ഇപ്പോഴെങ്കിലും തൊഴിലാളിന്റെ കാര്യം ഒന്ന് അറിഞ്ഞ ഒരാൾ വന്നല്ലോ. ളുഹറില്ല മഗ്‌രിബില്ല, രണ്ടും ജൂദായിസം കേട്ടോ. ഈ ഇപ്പൊ നിലവിലുള്ള ഇസ്ലാഹങ്ങൾ വായിച്ചു നോക്കണം. അതിലുണ്ട് ചേകനൂരിന്റെ നിസ്കാരത്തിലുണ്ടായ പരിണാമം. ആദ്യം പറഞ്ഞു 5 നേരമുണ്ട്, 3 ഒക്തായിട്ട് നിസ്കരിച്ചാൽ മതി. നേരം എന്ന് പറഞ്ഞ ഒക്കത്തുകാരനൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ കൗമിന് വേഗം തിരിയില്ല. 5 ഒക്കത്തുണ്ട്, പക്ഷെ 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ വക്കത്തിന്റെ മലയാള നേരം. അത് ചിന്തിച്ചില്ല. അങ്ങനെയാണ് ചില ഒരു ലെവല് തെറ്റിയ പിന്നെ ചിന്ത ഉണ്ടാവില്ല, അങ്ങ് പിൻപറ്റല. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞ അസിൽ തന്നെ 3 ഉള്ളൂ, ളുഹറും മഗ്‌രിബും ജൂദായിസാണ്. പിന്നെ മൂപ്പര മുരീദുണ്ട്, ഞങ്ങളെ നാട്ടുകാർ വയമാനി പോലെയും ഉണ്ടായിരുന്നു, ഇപ്പൊ അടുത്ത കാറ്റ് പോയത് നാട്ടുകല്ലിങ്ങക്കാരൻ. അയാൾ പറഞ്ഞ് ഗ്രാമർ മൗലാനാ ഓല് വിളിക്കല്. അയാൾ പറഞ്ഞെന്ത്, നിസ്കാരം അസിൽ തന്നെ 2 ഉള്ളൂ. കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാർ പറഞ്ഞ നിസ്കാരം കണ്ടൊരു കവാത്തൊന്നുമില്ല. അതിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം, മനസ്സിൽ ഭക്തി വേണം, അത്രേ ഉള്ളൂ. ഓരോ ആളുകളും അവരണ്ട് ജോലി ചെയ്യുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാകുക, അല്ലാതെ ലക്ഷക്കണക്കിന് റുപ്യയിലാക്കിയ പള്ളി ഒന്നുണ്ടാക്കി കിബിലക്ക് നേരത്തെ ഒരു കവാത്ത് അങ്ങനെയൊന്നും ഇല്ല. ദിക്രി എന്നെ ഓർക്കാൻ നിസ്കാരം നിലനിർത്തുക. അപ്പൊ ഡ്രൈവർ വണ്ടി തിരിച്ചുമ്പോ നല്ലാന്ന് പറഞ്ഞ ഓന്റെ നിസ്കാരായി, ചായ വരണോ റബ്ബേ എന്ന് പറഞ്ഞ ഓന്റെ നിസ്കാരായി, കന്നൂട്ടണം കരി പിടിക്കുമ്പോ അല്ലാന്ന് പറഞ്ഞ ഓന്റെ നിസ്കാരായി. അങ്ങനെ എല്ലാവർക്കും നിസ്കാരം അത്ര ഉള്ള നിസ്കാരം എന്നിട്ട് കവാത്തൊന്നുമില്ല. കണ്ടോ, ഒക്കെ ഖുർആൻ കൊണ്ടാ. ഖുർആൻ പണ്ഡിതൻ, ഒരു ഖുർആൻ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഒരു ഖുർആൻ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അല്ലേ? ഖുർആനനുസരിച്ച് മൂപ്പര് നിസ്കാരം ഉണ്ടാക്കി നോക്കി. നിസ്കാരം എങ്ങനെ ഉണ്ടാക്കിയറിയോ? നിലവിലുള്ള നിസ്കാരത്തിന്റെ സ്ട്രക്ചറിങ് എടുത്തു മൂപ്പര്, എന്നിട്ട് അതിനങ്ങ് തെളിവ് തെരഞ്ഞു. അപ്പൊ ആദ്യത്തെ അല്ലാഹു അക്ബർ. അപ്പൊ ഇങ്ങനെ മൂപ്പര് ഖുർആനിലെ ഡിക്ഷണറി ഇങ്ങനെ നോക്കിയപ്പോ തക്ബീറിന് തെളിവ്. കബ്ബിറു തക്ബീറ എന്താ? അള്ളാഹിനെ മഹത്വപ്പെടുത്തണം. അത് നിസ്കാരത്തിലാ? നിസ്കാരത്തിന്റെ ആദ്യത്തിലാ മധ്യത്തിലാ? അതൊന്നുമില്ലല്ലോ. അള്ളാഹിനെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട അതിനർത്ഥമുള്ളൂ. പക്ഷെ ഇയാൾ തക്ബീറിന് തെളിവ് തന്നെയാണല്ലോ. ഖുർആൻ കൊണ്ട് നിസ്കാരം ഉണ്ടാക്കിയല്ലേ ഇത്. നിലവിലുള്ള നിസ്കാരത്തിന് ഖുർആനിൽ തെളിവ് തെരഞ്ഞു. പിന്നെ റുക്വയിന് വർക്കാവൂന്ന് ഖുർആനിലുണ്ടല്ലോ, അപ്പൊ അതിനും തെളിവായി. പിന്നെ നോക്കുമ്പോ ഈത്തിദാലിന് തെളിവ് കിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഇവര് പറഞ്ഞു റുക്കുവിൽ നിന്ന് നേരെ സുജൂദിൽ പോകുന്നത് അത് അടക്കത്തിനും ഒതുക്കത്തിനും എതിരായത് കൊണ്ട് ഒന്ന് എണീറ്റ് നിന്ന് സ്റ്റഡി ആയിട്ട് പിന്നെ പോയാൽ മതി. കാരണം ഈത്തിദാലിന് തെളിവ് കാണുന്നില്ല ഖുർആൻ. കണ്ടോ, ഒക്കെ ഖുർആൻ കൊണ്ടാണ്.
അപ്പൊ ഖുർആൻ വ്യാഖ്യാനത്തിന് ഈ തത്വത്തിൽ നിന്ന് വിട്ടപ്പോ എന്താ ചേകനൂരിനുണ്ടായത്? അത് തന്നെയാണ് ഇപ്പൊ ബുദ്ധിന്റെ പിന്നാലെ കൂടിയവർക്ക് ഉണ്ടാകാൻ പോണത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ വറദ നഖൽ ബതലൽ അഖൽ, അതാ സലഫികളെ തത്വം പഠിച്ചു വെച്ചോ. നഖൽ വന്നാൽ അഖൽ ബാത്തിലായി, പ്രമാണം വന്നാൽ ബുദ്ധി ബാത്തിലായി. പ്രമാണങ്ങൾക്ക് ഒപ്പിച്ച് ബുദ്ധിയെ മാറ്റല്ലാതെ ബുദ്ധിക്കൊപ്പിച്ച് പ്രമാണം മാറ്റലില്ല. മാത്രമല്ല ഇവര് പറയുന്നത് പോലെ ബുദ്ധിക്കെതിരായ ഹദീസൊന്നുമില്ല. ബുദ്ധിക്കെതിരായ ഹദീസ് ഇവന് തോന്നുന്ന അപ്പന്റെ ബുദ്ധിക്കെതിരാണ്. 1400 കൊല്ലം പിന്നിട്ട് സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 14 നൂറ്റാണ്ടിൽ എത്ര വലിയ ദിഷണാശാലികളും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയി. അവരൊക്കെ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? പുറംകാലുകൊണ്ട് തട്ടാണോ ചെയ്തത്? അതല്ല അവരൊക്കെ അത് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും പരിശോധിക്കാതെ എന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞ് ഒരൊറ്റ തട്ടങ്ങൾ തട്ടിയിരിക്കുകയാണ്. കണ്ടോ? ഇപ്പതാ സിഹിറിന്റെ ഹദീസിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു അത് ഹിശാമുൻ അൻ ഉർവാൻ അബീഹി സനദിൽ കുഴപ്പമുണ്ട്. ഇപ്പൊ പുതിയ സെൻസിംഗില് അഭിമുഖം കൊടുത്ത ആള് പറയണു ബുഖാരിയിലെ സനദൊക്കെ ശരിയാണ്, പക്ഷെ മത്തിന് ശരിയല്ല. പോലുമിൽ തന്നെ ഇനി പോകാതെ പുതിയ നടത്തേണ്ടി വരും. കണ്ടോ? സഹീഹുൽ ബുഖാരി നിർമ്മിത ഹദീസുകൾ ഇല്ലാന്നാ സലഫി പ്രസ്ഥാനത്തിന്റെ തീരുമാനം. അൽമനാറിൽ അങ്ങനെ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന കേരളത്തിലെ മുജാഹിദുകളുടെ മുഹദ്ദിസ് ആയിരുന്ന മൗലവി അല്ല ഷെയ്ഖ് മുഹമ്മദ് ലേഖനം അൽമനാറിൽ 60കളിൽ എഴുതിയ ലേഖനം നമ്മളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മളെ ബുദ്ധിക്ക് യോജിച്ചതേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയേണ്ടി വരും. ഇപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു പെണ്ണ് ചോദിച്ച്, അല്ല ഉമ്മ, ഈ ആർത്തവുണ്ടാകുന്ന സമയത്തെ നോമ്പ് കളാ വീട്ടണം, നിസ്കാരം കളാ വീട്ടണ്ട, അതെന്താ അങ്ങനെ, നിസ്കാരവും വീട്ടണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീബിന്റെ തിരിച്ച ഹറൂറിയത്തുൻ അന്തി, നീ ഹറൂറി വാദക്കാരിയാണോടി? ഹറൂറി വാദക്കാരി ഖവാരിജികള് ചില വാദം കേട്ടാ നമ്മൾ ചോദിക്കുമല്ലോ അല്ലേ, ഇതെന്താ ഖുറാഫിയ, ഇതെന്താ ചേകനൂരിയാ? വാദം കേൾക്കുമ്പോൾ നമുക്ക് തിരിയും. ആ ചോദ്യം ആയിഷ ബീബി തുടങ്ങി വെച്ചതാ. കണ്ടോ? ഹറൂറിയത്തുൻ അന്തി, ഖവാരിജിയാടി. കാരണം ഖവാരിജികൾക്ക് അങ്ങനെ വാദമുണ്ട്. നിസ്കാരം മാത്രം കളാ വീട്ടിയാ പോരാ, നോമ്പ് മാത്രം കളാ വീട്ടിയാ പോരാ, നിസ്കാരം കൂടി വീട്ടെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാർ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഹൈലുണ്ടാകും. നോമ്പ് കളാ വീട്ടാൻ പറഞ്ഞിട്ട് റസൂല്, നിസ്കാരം ആ ദിവസം നിസ്കാരം കളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. കണ്ടോ? അവിടെ ബുദ്ധിക്ക് എന്താ സ്ഥാനം? ഒന്നുമില്ല. അതുപോലെ ശവം തിന്നുന്നതിനെ സംബന്ധിച്ച് ജൂതന്മാര് പറഞ്ഞു, എന്തായി മുസ്ലിങ്ങളെ കോലം, അള്ള കൊന്നത് തിന്നൂല, ഓല് കൊന്നാ തിന്നുകയും ചെയ്യും. ഓല പള്ളാനേക്കാളും വലിയ ആള്. അള്ള കൊന്നത് ശവം, അത് തിന്നൂല. ഓം ബിസ്മി ചൊല്ലിയാ തോൻ കൊന്നാ തിന്നുകയും ചെയ്യും. നല്ല യുക്തിയാട്ടോ. അത് ശരി, അള്ളാനല്ലേ നമ്മൾ വളരെ ഉന്നതനായി കാണുന്നത്. അപ്പൊ അള്ള കൊന്നല്ലേ നമ്മൾ ആദ്യം തിന്നണ്ട്, അപ്പൊ ശത്തല്ലേ ആദ്യം തിന്നണ്ട്. എന്താ നല്ല ബുദ്ധിയല്ലേ? ശവം നിങ്ങൾക്ക് ഹറാമാണ് എന്നാണ് പറഞ്ഞു അല്ലേ? ഖുർആൻ മാത്രം സ്വീകരിക്കണ ചേകനൂരിക്ക് മീൻ തിന്നാനും കൂടിയും പറ്റൂല, കാരണം ചത്ത മീനല്ലേ എന്നാണ് ഖുർആനിൽ ഹുരിമത്ത് അലൈക്കുൽ മൈത്തത്തു എന്ന് പറഞ്ഞത്. ശവം ഹറാമാണ്. മീനിനെ മത്തി കിട്ടിയ അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ് അറുക്കലുണ്ടോ? എന്നിട്ടാ വലിക്കടല്ലേ? അല്ലല്ലോ. അപ്പൊ അത് അറുക്കണമെന്നില്ല, അത് ചത്തത് തിന്നാ. അതെന്താ തെളിവ്? ഹദീസ്. ഖുർആനിനെ വ്യാഖ്യാനിക്കണ ഹദീസാണ്. അതുകൊണ്ടാണ് നമുക്ക് മീൻ തിന്നാൻ കഴിയുന്നത്. ചേകനൂരിക്ക് മീൻ തിന്നാൻ കഴിയൂല, കാരണം ഖുർആനിൽ ശവം ഹറാമാണ്, ചത്തതൊക്കെ ഹറാമാണ്. കണ്ടോ? അപ്പൊ മീനും വെട്ടുകളിൽ തിന്നാൻ ഹദീസിലുള്ളതാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ മനുഷ്യന്മാര് ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കാം. പലിശയെ ന്യായീകരിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു, എന്താ ഇപ്പൊ പലിശയും കച്ചവടവും തമ്മിൽ വ്യത്യാസം? നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയലുണ്ട്, ഗൾഫ് പോയി വന്ന ആകെ 3-4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു, ആരോഗ്യമൊന്നുമില്ല, കച്ചവടം ചെയ്യാനൊന്നും വയ്യ. കച്ചവടം ചെയ്യാൻ നിന്നപ്പോ പണ്ടത്തെ മാതിരിയല്ല, ഭയങ്കര മത്സരമാണ്. രാവിലെ 4 മണിക്ക് നീച്ചണം, എന്നിട്ട് മാർക്കറ്റിക്ക് പായണം, അവിടുന്ന് ചാക്ക് കെട്ടണം, അതിന്റെ വണ്ടിയുടെ വീട്ടിലാക്കണം, എന്നിട്ട് കൊണ്ട് ഷട്ടർ വലിക്കണം, പൊന്തിക്കണം, അടുക്കണം. ആരും ഒഴിവുണ്ടാവില്ല, അത്രയും കാലം അധ്വാനിച്ചത്. അപ്പൊ ഞാൻ അതൊരു പലിശക്ക് കൊടുക്കും, ചെറിയൊരു പലിശ, അത്ര വലിയ പലിശ ഒന്നുമില്ല, 10%. അദ്ദേഹത്തിന് ഇങ്ങനെ ജീവിക്കും. എന്റെ അപ്പുറത്ത് നേരെ അപ്പുറത്ത് ഇബ്രാഹിം കുട്ടി, ഓനും ഗൾഫിൽ അങ്ങനെ, ഓൻ നല്ല ആരോഗ്യവാനാ, മുട്ടുമുട്ടുക്കനാ, ഓൻ നല്ലൊരു കച്ചവടം തുടങ്ങി. എന്താ ഇപ്പൊ വ്യത്യാസം? ഓനും 3 ലക്ഷം ഇറക്കി, ഞാനും 3 ലക്ഷം ഇറക്കി. എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലിശ കൊടുക്കണ്, ഓൻ കച്ചവടം ചെയ്യണ്. രണ്ടാളും മൂലധനം ഇറക്കിയാൽ എന്താ ഇപ്പൊ വ്യത്യാസം? കണ്ടോ? പലിശ ന്യായീകരണം. അള്ളാന്റെ മറുപടി എന്താ അറിയോ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. കച്ചവടം അല്ലാഹ് ഹലാലാക്കി, പലിശ അല്ലാഹ് ഹറാമാക്കി. മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചോ, മുസ്ലിം ആണെങ്കിൽ. എന്റെ യുക്തിവാദം ഒന്നും ഇവിടെ കേൾക്കണ്ട. ഇസ്ലാമിൽ യുക്തിവാദത്തിന് സ്ഥാനമല്ല, മനസ്സിലാക്കണം നമ്മള്. അപ്പൊ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുക്കാന്നും പറഞ്ഞിട്ട് എവിടെ എത്തിപ്പോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഗ്രന്ഥമുണ്ട്, 9 വാള്യങ്ങളുള്ള ഗ്രന്ഥം.
ദർഉ തആറുദ് ബൈനൽ അഖ്ലി വൻ നഖൽ. അഖ്ലും നഖലും തമ്മിലുള്ള വൈരുദ്ധ്യം തീർക്കൽ എന്നാണ്. ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ടെന്ന് ചില ആളുകൾക്ക് വാസ്തവത്തിൽ തോന്നാണ്. വാസ്തവത്തിൽ വൈരുദ്ധ്യമില്ല. ഉണ്ടെന്ന് നമ്മളെ തോന്നൽ നമ്മളെ വിവരക്കേട് കൊണ്ടാണ്. വിവരമുള്ള പണ്ഡിതന്മാരത് വായിച്ചു നോക്കുമ്പോൾ യാതൊരു വൈരുദ്ധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹദീസുകളൊക്കെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുക്കുക എന്ന ചിന്താഗതി പിൽക്കാലത്തുണ്ടായതാണ്. മാത്രമല്ല, ഹദീസുകൾ മനസ്സിലാക്കുന്നതിന് അതിൻ്റെതായ ചില തത്വങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തത്വം ഖുർആനിന്റെ വെളിച്ചത്തിൽ ഹദീസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.